ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ടിക്ടോക്കിൽ വളരെ രസകരമായ കുറേ കമൻറ്റ്സ് വന്നു. അതിൻ്റെ ബേസിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിനകത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തൊരു കാര്യമുണ്ട്, നമുക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തൂടെ. അപ്പം നിങ്ങൾ അത് കമൻറ്റ് വന്ന് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു ഇതിനകത്ത് കമൻറ്റ് വന്ന് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സേഫാണ്, റിട്ടേൺസ് കുറവാണ്, പക്ഷേ സേഫാണ്. നാട്ടിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് റിസ്ക് കൂടുതലാണ്, പക്ഷേ റിട്ടേൺസ് കൂടുതലാണ്. ക്രിപ്റ്റോ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ഒരു അസറ്റാണ് ക്രിപ്റ്റോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഹൈ റിസ്ക് ആക്ടിവിറ്റി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട്. എന്ന് വെച്ചാൽ ക്രിമിനൽ എന്നല്ലേ പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് നമ്മൾ വേറെ രീതി ചെയ്യുന്നു. ക്രിപ്റ്റോ എന്നുള്ള അസറ്റിനെ ഞാനൊന്നും പറയുന്നത്, ഞാൻ ഇന്നേ വരെ ക്രിപ്റ്റോയെക്കുറിച്ചൊരു അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റും ഇല്ല, ഞാനോട്ട് ചെയ്തിട്ടുമില്ല. പക്ഷേ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, പൈസ ഉണ്ടാക്കുന്നവരുണ്ടാകും. പക്ഷേ അതിന് ഒരു ബേസിക് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ പവറിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ അത് ചെയ്തോളൂ, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പം ബിറ്റ് കോയിൻ ഒക്കെ ഉള്ളവർക്ക്, അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസി ഉള്ളവർക്ക് നല്ലതാണ്. സെക്കൻഡ് സെറ്റും തേർഡ് സെറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതെനിക്ക് പറയാനുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് റിസ്ക് അപ്പിറ്റൈറ്റ് എത്ര ഉണ്ടെന്ന് നോക്കണം. നിങ്ങൾക്ക് 1 ലക്ഷം, ഒരു 10,000 രൂപ ക്രിപ്റ്റോയെ കൊണ്ടിടുന്നത് ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 50 ലക്ഷം, അത് മേളിൽ പൈസ ക്രിപ്റ്റോയിലോട്ട് കൊണ്ടിട്ടിട്ട് അത് മേളിലും താഴോട്ടും പോകുമ്പം റിസ്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലമാണ്. അപ്പം എനിക്ക് ആ റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ല. എനിക്ക് സേഫായിട്ട് റിട്ടേൺസ് മതി. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ലോങ് ടൈമിൽ NRIകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, സാലറിയിലുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും എല്ലാ മാസം ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സർട്ടൺ ടൈമിന് വേണ്ടി സർട്ടൺ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. 9 to 5 അല്ലെങ്കിൽ 8 to 8 നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു ഫിക്സഡ് സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ GCC കൺട്രിയിൽ കിട്ടുന്നത്. അതിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ സാലറി എടുത്തിട്ട് നമ്മൾ ലയബിലിറ്റി ബയോട്ട് ചെയ്യും. നമ്മൾ വണ്ടി മേടിക്കും, വീട് മേടിക്കും, അങ്ങനെയൊക്കെ ലയബിലിറ്റി മേടിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരു ഹൈ ലെവലിൽ കൊണ്ടുപോകും. പക്ഷേ ചില ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വലൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റിയിടുക, അതിനെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇടുക. 20% ഞാൻ ഐഡിയ ഇല്ല, 5% 5% സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ഇടുക. നിങ്ങളുടെ സാലറിയിൽ നിന്നുള്ള 5% മാറ്റി വെച്ച് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാനൊരു പാത്ത് കാണിച്ചു തരുന്നേ ഉള്ളൂ, ഞാനവിടെ ഉണ്ടാക്കിയൊന്നും അല്ലത്, പലരും ചെയ്യുന്നതാണ്. പിന്നെ യൂട്യൂബിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം വളരെ സേഫായിട്ട് നമുക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല നല്ല കമ്പനീസ്, നല്ല വാല്യൂ ഉള്ള കമ്പനീസ് ബൈ ഔട്ട് ചെയ്ത് നമുക്ക് വെക്കുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പം കൂടുതൽ ഗ്രീഡിയായി ചെറിയ കമ്പനി മൈക്രോ ക്യാപ്പിലൊക്കെ പൊങ്ങി വന്നാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നല്ല നല്ല സ്ട്രോങ് കമ്പനീസിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്ത് കൊടുക്കണം. താങ്ക് യു.